തൃശൂർ ജില്ലയിലെ കല്ലേറ്റുംകരയിലുള്ള ഇരിങ്ങാടപ്പള്ളി മന ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ട പുണ്യഭൂമി. വിശ്വപ്രസിദ്ധരായ പാശ്ചാത്യ ശാസ്ത്രജ്ഞർ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അനന്തതയുടെ രഹസ്യങ്ങൾ ഈ മനയുടെ ചുവരുകൾക്കുള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ ലോകത്തിന് നൽകി. കേരളീയ ഗണിതശാസ്ത്ര പാരമ്പര്യത്തിലെ പ്രഥമഗണനീയനായ സംഗമഗ്രാമ മാധവൻ. മനയ്ക്ക് സമീപമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനുള്ളിലെ നമസ്കാരശിലയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ചന്ദ്രന്റെ സഞ്ചാരപഥത്തെ നിർണയിച്ചു, നക്ഷത്രങ്ങളെ അനുഗമിച്ചു, ഗോളാന്തര നിരീക്ഷണം നടത്തി. ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ മാധവന്റെ സംഭാവനകളെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ ഈ മനയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ലാളിത്യം നിറഞ്ഞ ജീവിതത്തിനിടയിലും പ്രപഞ്ചത്തിൻ്റെ അനന്തമായ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശിയ ആ മഹാപ്രതിഭയുടെ നിശ്ചയദാർഢ്യമാണ്. ഈ മണ്ണ് കേരളത്തിൻ്റെ അഭിമാനമാണ്. ശാസ്ത്രലോകത്തിന് കേരളം നൽകിയ ഏറ്റവും വലിയ സംഭാവന ഇവിടെ നിന്നാണ്. സംഗമഗ്രാമ മാധവനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്ര നിരീക്ഷണങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് കുസാറ്റ് സർവകലാശാലയിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന, ശാസ്ത്രമേഖലയിലെ നിരന്തര ഇടപെടൽ കൊണ്ട് ശ്രദ്ധേയനായ ശ്രീ VPN നമ്പൂതിരിയാണ്. ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ അദ്ദേഹം കേരളത്തിലെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അക്കാഡമിക് വിദഗ്ധൻ എന്നതിനപ്പുറം ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തെയും ആധുനിക ശാസ്ത്രത്തെയും കൂട്ടിയിണക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിൽ ഒരാളായ അദ്ദേഹം സംഗമഗ്രാമ മാധവനെ അറിയാനും വിജ്ഞാന ലോകത്തെ അറിയിക്കാനും നടത്തിയ പ്രവർത്തനങ്ങൾ അദ്വിതീയമാണ്. മാധവനെ അറിയാനൊരു തീർത്ഥയാത്ര. നമ്പൂതിരി സാർ, ഭാരതീയ ഗണിത ശാസ്ത്ര രംഗത്തും ഭാരതത്തിനു പുറത്തും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള സംഗമഗ്രാമ മാധവൻ്റെ ജന്മസ്ഥലമായ ഇരിങ്ങാടപ്പള്ളി മനയിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാവനകൾ, അതിനൊപ്പം തന്നെ ചില ചർച്ചകളുണ്ട്, ഇവിടെയാണോ അല്ലെങ്കിൽ കൂടല്ലൂരാണോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരുന്നു നേരത്തെ. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സംഗമഗ്രാമ മാധവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ വേണു ആരോഹം എന്ന കൃതിയിൽ ഇതിലെ 13ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബഹുളാധിഷ്ഠിത വിഹാരം എന്ന കുടുംബനാമമുള്ള ഗൃഹത്തിൽ മാധവനായ ഞാൻ ജനിച്ചു എന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം സംഗമഗ്രാമ മാധവൻ്റെ ജന്മസ്ഥലം ഇവിടെ കല്ലേറ്റുംകരയിലെ ഇരിങ്ങാടപ്പള്ളി തന്നെയാണ് എന്ന്. ലോകത്തിന് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഗ്രാമവും ഇങ്ങനെയൊരു പണ്ഡിത കേസരിയും കൂടി ഉണ്ടായിരുന്നെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. ചാൾസ് വിഷ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർ 1832 കാലഘട്ടത്തിൽ ഇരിങ്ങാടപ്പള്ളിയിലെ ഈ ശാസ്ത്ര സംഭാവനകളെക്കുറിച്ച് ഒരു ലേഖനം ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല. പിന്നീട് 1950കളിൽ KV ശർമ്മയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ് ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ കൂടുതൽ പഠിക്കുകയും അത് ഗ്രന്ഥങ്ങൾ കണ്ട് എടുത്ത് ആധുനിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തു. ഇതിൽ സംഗമഗ്രാമ മാധവൻ്റെ ജന്മദേശം ഇരിങ്ങാലക്കുടയാണ് എന്ന് പറയുന്നതിന് ഉള്ളൂർ വേറൊരു ആർഗ്യുമെൻറ്റും കൂടെ പറയുന്നുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തേവര്
സംഗമദേവൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ സംഗമദേവൻ്റെ ഗ്രാമത്തിലെ മുഖ്യ പണ്ഡിതനായ സംഗമഗ്രാമനാഥൻ. അതുകൊണ്ട് ഇരിങ്ങാടപ്പള്ളിയാണ് മാധവാചാര്യൻ്റെ ജന്മസ്ഥലം എന്നുള്ളതിന് ഒരു സംശയവും ആവശ്യമില്ല. ഇതിൽ ഇദ്ദേഹത്തിൻ്റേതായിട്ട് പറയുന്ന വിഖ്യാത കൃതികളിൽ നമുക്ക് സംശയമില്ലാതെ ലഭ്യമായിട്ടുള്ളത് വേണുആരോഹമാണ്. വേണുആരോഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നില ആകാശത്ത് രാത്രിയിലും പകലും എവിടെയൊക്കെയാണ് എന്നുള്ളത് ഏകദേശം 1 മണിക്കൂർ ഇടവിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം ആണ് മാധവാചാര്യൻ കണ്ടുപിടിച്ചത്. ഇത് ശരിക്ക് 4-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന വരരുചി എന്ന് പറയുന്ന പണ്ഡിതൻ ഇത്തരം ഒരു വർക്ക് ചെയ്തിരുന്നു. ചന്ദ്രൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി ചന്ദ്രവാക്യങ്ങൾ എന്ന് പറയും. പക്ഷേ രാത്രികാലത്തെ മാത്രമേ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. എന്നാൽ സംഗമഗ്രാമമാധവൻ ചന്ദ്രവാക്യങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് ഏകദേശം 248 വാക്യങ്ങൾ വഴി ചന്ദ്രൻ ഓരോ മണിക്കൂർ ഇടവിട്ട് ആകാശത്ത് പകലാണോ രാത്രിയാണോ ആണ് എങ്കിൽ എവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കണക്കൂട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വേണുആരോഹം, വേണു പറഞ്ഞാൽ മുളയാണ്. പണ്ട് ആൾക്കാർ മുളയേണി വെച്ചിട്ടാണ് ആൾക്കാർ ഉയരങ്ങളിൽ ചേരുന്നത്. ഒരു മുളയേണി. അപ്പോൾ മുളയേണിയുടെ കവരം ഓപ്പോസിറ്റായിട്ടാണ്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ഇടവിട്ട് കാല് വെച്ചിട്ടാണ് ആൾക്കാർ കയറുക എന്ന് പറയുന്നത് പോലെ തന്നെ ചന്ദ്രൻ പകല് രാത്രി എന്ന് പറയുന്ന വിധത്തിൽ എവിടെയാണ് ആകാശത്തിൽ നിലനിന്നിരുന്നത് എന്ന് കാണിക്കുന്ന ഒരു അൽഗോരിതം. ഇത് അൽഗോരിതം വളരെ ക്ലിഷ്ടമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ 248 വാക്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകളിൽ ഈ ഉത്തരം ഉരുത്തിരിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് വേറെ സാധാരണ ആൾക്കാർക്ക് പോലും അത് കണക്കാക്കാൻ പറ്റും. ഇതിൽ ചോദ്യം ഉണ്ട്, എന്തിനാണ് ചന്ദ്രൻ്റെ സ്ഥാനം ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? പണ്ട് മുഹൂർത്തം എന്ന് പറയുന്ന സമയം ഈ നമ്മുടെ ചില കർമ്മങ്ങളും ചില കർത്തവ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ മുഹൂർത്തത്തിലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി കൃത്യസമയം അറിയാനായിട്ടാണ് ഈ വേണുആരോഹത്തിൽ ചന്ദ്രസ്ഫുടം എന്നാണ് പറയുക ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാരതത്തിന് പുറത്ത് ഇത്രയും പ്രശസ്തനായി, അതായത് കാൽക്കുലസിനൊക്കെ യൂറോപ്യന്മാർ പറയുന്നതിനൊക്കെ മുന്നേ തന്നെ കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞൻ, ഗണിതശാസ്ത്രജ്ഞനാണ്. പക്ഷേ ഭാരതത്തിൽ അറിയപ്പെടുന്നതിന് മുമ്പ് പുറത്താണ് അറിയപ്പെട്ടത്. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ സംഗമഗ്രാമമാധവനെക്കുറിച്ചുള്ള അതൊന്നും അങ്ങനെ അധികം പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് എത്തിത്തുടങ്ങിയത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ എന്നാണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഇത് കൂടുതൽ പുറത്ത് എത്തിത്തുടങ്ങിയത്? ശരിക്കും ഇത് 1950 KV ശർമ്മ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആണ് ഈ പഴയ ഗ്രന്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ച് പഠിച്ചത്. ഇത് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ കുത്തുവിളക്ക് ഉണ്ടല്ലോ, നിലവിളക്കിൻ്റെ താഴെ എപ്പോഴും നിഴലായിരിക്കും, വെളിച്ചം അതിന് പുറത്താണ് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ജന്മസ്ഥാനമായ സംഗമഗ്രാമമാധവൻ്റെ വർക്കിനെക്കുറിച്ച് ആർക്കും അറിയില്ല, ജന്മസ്ഥലമായ കല്ലേറ്റുങ്കരയെ പോലെ. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് സ്കോട്ട്ലൻഡിൽ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ റോച്ചസ്റ്റർ അമേരിക്കയിൽ, ഇവിടെയെല്ലാം കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഒരു ഐച്ഛിക വിഷയമായിട്ട് കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആണ് തിരിച്ച് ഇന്ത്യയിലേക്ക് അവർ പഠിച്ചതുകൊണ്ട് അതിനെന്തോ നല്ല കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യയിൽ
തിരിച്ചതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അത്ഭുതം എന്ന് പറയുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന ആ ഗണിത ശാസ്ത്രശാഖ. അത്ഭുതം എന്ന് പറയട്ടെ, പാശ്ചാത്യ ദേശത്ത് ഒരേ സമയത്ത് ലിബിനിസ്, ന്യൂട്ടൺ എന്ന് പറയുന്ന 2 പേർ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊരു കാര്യം പറയുന്നത് ദിവാകരൻ തന്നെ പറയുന്നത്, പ്രൊഫസർ ദിവാകരൻ തന്നെ പറയുന്നുണ്ട്, ശരിക്ക് കാൽക്കുലസിൻ്റെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കാണ് ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ എന്ന് പറയുന്നത്. കാരണം യുക്തിഭാഷയിൽ ഇൻ്റഗ്രേഷൻ്റെയും ഡിഫറൻഷിയേഷൻ്റെയും എല്ലാം അടിസ്ഥാന സിദ്ധാന്തങ്ങളും മൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഗണിതശാസ്ത്രത്തിൻ്റെ ആധുനിക മേഖല എല്ലാം ഭാരതത്തിൻ്റെ സംഭാവനയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി പാശ്ചാത്യ ദേശത്ത് വരുന്നതിനും ഏകദേശം 200-300 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഗമഗ്രാമ മാധവൻ അദ്ദേഹത്തിൻ്റെ ഈ പദ്യങ്ങൾ ഉപയോഗിച്ച് ഓരോ 3 ഡിഗ്രി വ്യത്യാസത്തിൽ സൈൻ, കൊസൈൻ, സൈൻ ഓഫ് ആൻ ആംഗിൾ, സൈൻ ഓഫ് ആൻ ആംഗിൾ എത്രയാണ് എന്ന് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി, സൈൻ 0 ആണ്, സൈൻ 90 1 ആണ് എന്നുള്ളത്. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അൽഗോരിതം ഇദ്ദേഹം മാധവൻ ഉണ്ടാക്കി. അത് ഈ ശ്ലോകം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 90 ലൈൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ക്ലാക്സ് ടേബിളിൻ്റെ ആവശ്യമില്ല. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ സൈൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്രകാരം ഭാഷയും ശാസ്ത്രവും ഒരുപോലെ ഉപയോഗിച്ച്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ആധുനിക ഗണിത ശാസ്ത്ര മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫാ ന്യൂമറിക് ഡിസ്ക്രിപ്ഷൻ, ആ ആൽഫാ ന്യൂമറിക് ഡിസ്ക്രിപ്ഷനായിരുന്നു സംഗമഗ്രാമ മാധവൻ ഉപയോഗിച്ചിരുന്നത്. അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് അക്കങ്ങളെക്കുറിച്ച് പറയുക. 2 വിധത്തിലുള്ള അക്ഷര സംഖ്യാ സമ്പ്രദായം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഭൂതസംഖ്യ എന്ന് പറയും. ഭൂതസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രവൃത്തികളിൽ ചില കാര്യങ്ങൾ അചഞ്ചലമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ നമുക്ക് ഒരു സംഖ്യയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഭൂതസംഖ്യ എന്ന് പറയാനുള്ളത് ഭൂതകാലമാണ്. ഭൂതകാലം നമുക്കറിയാവുന്നതാണ്. വർത്തമാനവും ഭാവികാലവുമാണ് നമുക്ക് സംശയമുള്ളത്. ഭൂതകാലമായതുകൊണ്ട് ഭൂതസംഖ്യ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നയനം എന്ന് പറഞ്ഞാൽ കണ്ണ് 2 എന്ന് പറയാം, നയനം 2, നാസിക 1, ദന്തം 32, ബാഹുക്കൾ 2, യുഗം 4. അതുപോലെ ഈ ഓരോ ബാണം 5, രാമൻ 3, അവതാരം 10, ഇങ്ങനെ സംഖ്യകൾ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇങ്ങനെ ഒരു സംഖ്യ നമ്മൾ ഭൂതസംഖ്യാ സമ്പ്രദായത്തിൽ പറയുമ്പോൾ സാഹിത്യത്തിൽ നമ്മളെപ്പോഴും തുടങ്ങുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ് സാഹിത്യം. അതേസമയം സംഖ്യകൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം വലതുവശത്താണ്. അത് പിന്നെ കൂടിക്കൂടി ഇടത്തോട്ട് വരിക. അപ്പോൾ ഒരു സൂത്രവാക്യമുണ്ട്, അങ്കാനാം വാമതോഗതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് മൂവ്സ് ടുവേഴ്സ് ലെഫ്റ്റ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് രാമദന്തം എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ 3 ദന്തം 32 അങ്ങനെ പറയുമ്പോൾ രാമൻ ദന്തം എന്ന് പറയുന്ന സാഹിത്യത്തിൽ അതിന് നേരെ തിരിഞ്ഞു വരും, സംഖ്യ വരും. അപ്പോൾ രാമൻ ആദ്യം 32, രാമൻ 3, ദന്തം 32, 323 രാമദന്തം എന്ന് പറയുന്നത്. ഭൂതസംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ എല്ലായിടത്തും
ഭാരതത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു സംഖ്യാസമ്പ്രദായമാണ്. കേരളത്തിൻ്റേത് മാത്രമായിട്ട് വരരുചി 4-ാം നൂറ്റാണ്ടിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കടപയാതി സംഖ്യാ സമ്പ്രദായം. കടപയാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ സംസ്കൃതത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ കായ് ഖ ഗ ഘ ല ക ട പ യ അതെല്ലാം ഒന്നാണ്, 1. അപ്പം കായ് ഖ ഗായ് ഖ ങ ചായ് ഛ ജായ് ഛ ഞ. അപ്പം അതിൽ 9 ഞ 0. അത് കഴിഞ്ഞാൽ പിന്നെ ടയാണ്. ട ഇട്ട ഡ ട ഇട്ട ഡ ഇട്ട ന ത ഇട്ട ദ ഇട്ട ന. പിന്നെ അത് ട അടുത്ത് പ ഫ ബ ഫ മ. അപ്പം ക ട പ. പിന്നെ യ ര ല വ ശ ഷ സ ഹ ള ഴ എന്ന്. അപ്പോൾ ഇതിൽ ക ട പ യ എല്ലാം 1, പിന്നെ ഉള്ളത് 2, 3, 4. ഉദാഹരണത്തിന് അതുപോലെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വരാക്ഷരങ്ങൾ ആ ഇ അത് 0, 0. അതുപോലെ ചില്ലക്ഷരങ്ങൾ ഇൽ അതിന് മൂല്യങ്ങളില്ല. ഉദാഹരണത്തിന് ചന്ദ്രിക എന്ന് പറയുന്നൊരു വാക്ക്, ചന്ദ്രിക എന്ന് പറയുന്ന വാക്ക് ച ന ദ രി ക എന്നാണ്. അപ്പം ച കഴിഞ്ഞാൽ പിന്നെ നും ദനും മൂല്യമില്ല, പിന്നെ രി ആണ്, അത് 2 ച രി ക. അപ്പം ച എന്ന് പറയുമ്പം കായ് ഖ ഗായ് ഖ ങ ച 6ആണ്. അപ്പം ച 6, ര 2, ക 1. അങ്ങനെ 6, 2, 1 അത് 126 ആകും. അങ്കാനാം വാമതോഗതി എന്ന് പറയുന്ന തിരിച്ചു വായിക്കും. ഇങ്ങനെയാണ് സംഖ്യകളുടെ സമ്പ്രദായം. അതുപോലെ തന്നെ നമ്മുടെ നാരായണീയത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു അവസാനത്തെ ഇതിലുള്ളതാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത്. ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് ഭട്ടതിരിപ്പാട് എഴുതിയതിൽ ഈ കൃതി എഴുതി പൂർണ്ണമായ ആ ദിവസമാണ് കാണിക്കുന്നത്. അതിൽ ആ യു ആ 0 ആ 0 യ 1 ര 2 ആയുരാ രോ 1 ഗ യ 1 യ സ 7 ഖ്യം 1 ഇങ്ങനെയാണ്. അപ്പോൾ ഏകദേശം കലിയുഗം തുടങ്ങി 17,120 വർഷങ്ങൾക്ക് ശേഷം ഈ കൃതി എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കലിയുഗം തുടങ്ങിയത് കൃത്യമായിട്ട് 3102 BC വ്യാഴവും വെള്ളിയും ആകുന്ന ആ അർദ്ധരാത്രിയിൽ കലിയുഗം തുടങ്ങി 3202 BC. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണവും ദ്വാരക കടലിൽ താഴുന്നതും പാണ്ഡവരുടെ ഈ മഹാപ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് കലിയുഗത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എത്ര വർഷം കഴിഞ്ഞു. അപ്പോൾ 1585 AD നാരായണീയം എഴുതിത്തീർത്തത്. 1985 ഈ നാരായണത്തിൻ്റെ 400 വർഷം ആഘോഷിക്കുകയുണ്ടായി. ഇപ്രകാരം നമ്മുടെ കടപയാതി സംഖ്യ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ഗണിതസൂത്രങ്ങളെല്ലാം നമുക്ക് പറയാൻ പാടില്ല. ഉദാഹരണത്തിനൊരു ശിവസ്തുതി ശരിക്കൊരു ശിവസ്തുതി ആയിരിക്കും, പക്ഷേ അതൊരു ഗണിത സൂത്രമായിരിക്കും. ഉദാഹരണത്തിന് ശിവഗളനാഗം എന്ന് പറയുന്നത് ശിവൻ 1, ഗളം 1, നാഗം 8 അഷ്ടനാഗങ്ങളാണ്. അപ്പോൾ 1, 1, 8 അത് 811 എന്ന് പറയുന്ന പോലെ ഈ നമുക്ക് ചില കാര്യങ്ങളെ ഇതുപോലെ ഒരു എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ഉപയോഗിക്കാൻ പറ്റും. എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്
അപ്പോൾ ഒരു രഹസ്യ ഭാഷയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ഇപ്പോഴും ആൾക്കാർ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്, രഹസ്യ ഭാഷയായിട്ട്. പ്രത്യേകിച്ചും നളന്ദ, ഇത് കാശ്മീരിയിലെ പണ്ടത്തെ കാശ്മീരി ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. നാസ ആ ഭാഷയെക്കുറിച്ച് ധാരാളം പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതുപോലെ നിഗൂഢ വാർത്തകളൊക്കെ, നിഗൂഢ കാര്യങ്ങളൊക്കെ ഇതുപോലെ നിഗൂഢീകരിച്ച് പറയാൻ പറ്റും. അതാർക്കും അറിയാനില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്രകാരം പണ്ടു മുതൽ തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു ഗണിത ശാസ്ത്ര തത്വമായിരുന്നു ഈ അക്ഷരസംഖ്യകൾ എന്ന് പറയുന്നത്. ഇത് ഗണിതശാസ്ത്രത്തിൽ മാത്രമല്ല, ഭാഷയിലും ഉണ്ടായിരുന്നു. ഭാഷയിൽ സംസ്കൃതത്തിലെ ഗ്രാമർ പാണിനി നിർദ്ദേശിക്കുന്നത് 14 മഹേശ്വര സൂത്രങ്ങളുണ്ട്. ഇങ്ങനെ ഭാഷയുണ്ടായെന്ന് പറയുന്നത്. ശിവൻ ഈ ഉടുക്ക് കുലുക്കിയിട്ടുണ്ടാകുന്ന 14 ശബ്ദങ്ങളിൽ നിന്നാണ് ഭാഷകൾ ഉണ്ടായതെന്നാണ് പറയുക. അതിൽ നിന്നാണ് പിന്നെ ഭാഷയുടെ സമ്പാദനവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്രകാരം ഭാഷയിലും സാഹിത്യത്തിലും എല്ലാം ഭാരതീയർ വളരെ മുന്നിട്ട് നിന്നിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുമ്പോൾ ഹരി ശ്രീ ഗണപതയേ നമ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? ഹരി എന്ന് പറയുന്നത് 28, ഹ രി 28, ബാക്കി ഗണപതയേ നമ. ഇതെല്ലാം കൂടെ കൂട്ടിയ 51 അക്ഷരങ്ങൾ, 51 അക്ഷരങ്ങൾ. സരസ്വതി ദേവിയാണത്. അപ്പോൾ എഴുത്തിനിരുത്തുന്നത് നമുക്ക് സരസ്വതി ദേവിയെ വന്ദിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഓരോ മേളകർത്താ രാഗത്തിനും അതിൻ്റേതായിട്ടുള്ള രാഗവിസ്താരങ്ങൾ, സാരി ഗമ പ ധ നി സ. അപ്പോൾ എല്ലാ സപ്തസ്വരങ്ങളും അടങ്ങിയിരിക്കുന്ന രാഗത്തിനെയാണ് മേളകർത്താ രാഗം എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ രാഗവിസ്താരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് രാഗത്തിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഉപയോഗിച്ചു. ഉദാഹരണത്തിന് ശങ്കരാഭരണം വളരെ, അതിന് ശങ്കരാഭരണം ശരിക്ക് ധീരശങ്കരാഭരണം എന്ന് പറയാം. ധീരം എന്നത് 28. അപ്പം 28ാമത്തെ, അതായത് ഈ സ്വരവിസ്താരത്തിൽ 28ാമത്തെ സ്വരവിസ്താരമാണ് ശങ്കരാഭരണം. അപ്പോൾ ഇത് ഓർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾക്ക് സ്വരവിസ്താരം അറിയാൻ പറ്റും. ഇങ്ങനെ ഗണിതശാസ്ത്രത്തിൻ്റെ ആ മേഖല മനുഷ്യൻ്റെ എല്ലാ വിജ്ഞാന മേഖലകളിലും വ്യാപരിച്ചിരുന്നു പണ്ട്. നമ്മൾ ഓർക്കണം, ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യ ദേശം ഏകദേശം ഇരുണ്ട കാലഘട്ടമായിരുന്നു. കാലഘട്ടമായിരുന്നു. കാരണം അവിടെ വലിയൊരു ആർഗ്യുമെൻ്റ് നടക്കുകയാണ്. നമ്മുടെ സൗരയൂഥം ജിയോ സെൻട്രിക് ആണോ അതോ ഹീലിയോ സെൻട്രിക് ആണോ? ഭൂമിയാണോ സെൻറ്ററിൽ അതോ സൂര്യനാണോ സെൻറ്ററിൽ? സംഗമഗ്രാമമാധവൻ്റെ ഒരു ശിഷ്യനായ വാടശ്ശേരി പരമേശ്വരൻ, അദ്ദേഹം 50 വർഷം രാത്രിയിൽ ഭാരതപ്പുഴയുടെ തീരത്തിങ്ങനെ മരന്ന് കിടന്നുകൊണ്ട് ആകാശത്തെ നക്ഷത്രത്തെയും ഗ്രഹത്തെയും ഇങ്ങനെ വീക്ഷിക്കും. 50 വർഷക്കാലം ഇങ്ങനെ അവയുടെ സ്ഥാനം നിർണ്ണയിച്ച് അവയുടെ ആ മൂവ്മെൻറ്റ്, സഞ്ചാരപഥം അദ്ദേഹം ശരിക്കും വീക്ഷിച്ചു, കണ്ടു. ഇതിന് നിന്ന് അദ്ദേഹം ദൃക് ഗണിതം എന്ന ഗ്രന്ഥം ഉണ്ടാക്കി. ദൃക് എന്ന് പറഞ്ഞാൽ കാഴ്ച, കണ്ടുകൊണ്ട്. ഗണിതം കാഴ്ച കൊണ്ട്, കണ്ടുകൊണ്ടുണ്ടായ ഗണിത സിദ്ധാന്തം. ഈ ഡേറ്റയാണ് പിന്നീട് നീലകണ്ഠ സോമയാജി സോളാർ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എപ്പോഴും ഭൂമിയെ ജിയോസെൻട്രിക്കാണ്. എപ്പോഴും ഭൂമി നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ ഈസ് ഓൾവേസ് ജിയോസെൻട്രിക്. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് ഈ പ്ലാനറ്റ്സിൻ്റെയൊക്കെ ഓർബിറ്റ്സ് നോക്കി വളരെ കോംപ്ലിക്കേറ്റഡായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിയെ കേന്ദ്രീകരിച്ച് കിട്ടിയ ഡേറ്റ നേരെ ഒരു മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോം ഉപയോഗിച്ച് സൂര്യനെ കേന്ദ്രീകരിച്ചാക്കി. അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സഞ്ചാരപഥമാക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് കോണിക് സെക്ഷൻ, ദീർഘവൃത്തം, സമവൃത്തം, അങ്ങനെ ഹൈപ്പർബോള, പരബോള അങ്ങനെ ആക്കി. ഇതും കെപ്ലറിനേക്കാളും ഏകദേശം 200-300 വർഷം മുമ്പ്
ഇത് ഈ സമയത്ത് പാശ്ചാത്യർ തമ്മിൽ വടംവലിയ ജിയോസെൻട്രിക് ആണോ നല്ലത്, സോളാർ സിസ്റ്റം സൂര്യ സെൻട്രിക്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംഭവമില്ലായിരുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ വിജ്ഞാന മേഖലയെ ഏകദേശം 200-300 വർഷം മുമ്പെങ്കിലും പിന്നോട്ട് ഭാരതീയർ പുരോഗമിച്ചിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഈ ആ ഒരു കാലത്ത്, പ്രത്യേകിച്ചും സംഗമ ഗ്രാമമാധവൻ്റെ ഒക്കെ കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതൊന്നുമില്ലാത്തൊരു കാലത്താണ് ഈ കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് നോക്കി കിടന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. എങ്ങനെ അത് സാധ്യം? ഇത് ഒന്ന് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും നില അറിയാൻ വേണ്ടിയാണ് പരമേശ്വരൻ, വാടശ്ശേരി പരമേശ്വരൻ നോക്കിയത്. പിന്നീട് ഇതിനൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്ക് ഭാരതത്തിൽ ഒരു പരീക്ഷണ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഗ്രന്ഥവും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ആര്യഭടീയം നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, അതിൻ്റെ സൈദ്ധാന്തികപരമായിട്ടുള്ളത്. ഇതിൽ ആര്യഭടീയത്തിൽ ഭൂമിയെ ഒരു ഗോളരൂപത്തിൽ വർണ്ണിച്ചുകൊണ്ട് അതിലുണ്ടാകുന്ന ഈ ചലനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹം വേറൊരു ഗ്രന്ഥത്തിൽ, ഇതിൻ്റെ കൂടെ ഒരു അനുകൂലമൊക്കെ ബന്ധമുണ്ട്, അത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആസ്പെക്റ്റായിട്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് മിക്കവാറും ജർമ്മനിയിലേക്ക് പോയി കാണും. കാരണം ഒരു ജാപ്പാനീസ് ടീം ജർമ്മനിയിലെ ഒരു മ്യൂസിയം സന്ദർശിച്ചപ്പോൾ അവിടെ ഈ ആര്യഭടൻ്റെ ഈ എക്സ്പെരിമെൻ്റൽ വെർഷൻ ആയിട്ടുള്ള ഗ്രന്ഥം കണ്ടു. അവരത് ഡിജിറ്റൈസ് ചെയ്ത് അവരതൊരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ജപ്പാൻകാരൊരു പുസ്തകം ഇറക്കാൻ പോവുകയാണ്, വളരെ സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ. ഭാരതത്തിൽ ഇങ്ങനെയൊരു സമഗ്രമായ പഠനം ഉണ്ടായിട്ടില്ല കെ വി ശർമ്മ കഴിഞ്ഞാൽ. മാത്രമല്ല ജപ്പാനീസ് സർവകലാശാലയിൽ ഇത് പഠിക്കാനായിട്ട് അവിടെ ഒരു സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കി, സംസ്കൃതം പഠിക്കാനായിട്ട്. സംസ്കൃതം പഠിച്ച് അവർ എല്ലാ വർഷവും അവിടുന്ന് ഏകദേശം ഡിസംബർ മാസത്തിൽ ഇവിടെ വരും. ഇവിടെ വന്ന് ഇവിടെയും പിന്നെ അടുത്ത ഉള്ള ഗൃഹത്തിലെയും ഇവിടെയുള്ള പഴയ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ തട്ടിൻപുറത്ത് ഇരുന്ന് വജ്രാസനത്തിലിരുന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഒരു എന്താ പറയുന്നൊരു ഒരു പൂജ ചെയ്യുന്ന പോലെ ഇതെല്ലാം ഡിജിറ്റൈസ് ചെയ്ത് ഇതവർ അവിടെ കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു മോഡേൺ ഇതിലേക്കാക്കിയിട്ടുണ്ട്. ഇതൊരു അത്ഭുത സിദ്ധാന്തമാണ്. മാത്രമല്ല ഇവിടെ നല്ലൊരു ഇൻസ്ട്രുമെൻറ്റേഷൻ സംസ്കാരമുണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന് അഗസ്ത്യൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അഗസ്ത്യ ഹൃദയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സൂര്യപ്രകാശത്തിൻ്റെ വിവിധ വർണ്ണങ്ങൾ നമുക്കിപ്പോൾ ചെയ്യുന്ന ഒരു പ്രിസം ഉപയോഗിച്ചിട്ട് സൂര്യൻ്റെ പ്രകാശം കടത്തിയിട്ട് ധവള പ്രകാശിക്കും. അത് ഞങ്ങൾ ഡിസ്പേഴ്സൺ ചെയ്തിട്ട് 7 നിറങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അദ്ദേഹം 17 തരത്തിലുള്ള പ്രിസം ഡിസൈൻ ചെയ്തിട്ട് അതിലൊന്ന് ഒരു കോണിക്കൽ ആകൃതിയിലുള്ളൊരു പ്രിസമാണ്. അപ്പോൾ അതിലെ പ്രിസം എന്ന് പ്രിസത്തിൽ നിന്ന് കിട്ടുന്ന വർണ്ണരാജി സ്പെക്ട്രം എന്ന് പറയുന്നത് സർക്കുലറാണ്, നേരെ സ്ട്രെയിറ്റ് അല്ല. സ്ട്രെയിറ്റ് ആകുമ്പോൾ ഒരു കുഴപ്പം, അതിനൊരു റെഫറൻസ് ഇല്ല. ഇതാണ് അങ്ങനെയല്ല, വട്ടത്തിലായതുകൊണ്ട് സെൻറ്റർ എന്ന് പറയുന്നത് റെഫറൻസായി. അങ്ങനെ സെൻറ്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ആ ദൂരം അനുസരിച്ചിട്ട് ഓരോന്നിൻ്റെയും തരംഗദൈർഘ്യം കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സംഗമഗ്രാമമാധവൻ്റെ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് പുറത്തു വന്നത്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ഒരു അറിവുണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് ശരിക്ക് ലോകത്തിന് അറിവ് കിട്ടുന്നത് ചാൾസ് വിഷ്ണുവിന് ശേഷം കെ വി ശർമ്മയും
ഇന്ത്യയിൽ. അതും അദ്ദേഹത്തിൻ്റെ ഒരു KV സരസ്വതിയമ്മയുണ്ട് മലയാളി, രാജലക്ഷ്മിയുടെ സിസ്റ്റർ, ജ്യേഷ്ഠത്തെയാണ്. രാജലക്ഷ്മി അറിയാമല്ലോ, ഈ എഴുത്തുകാരിയാണ്, ഈ സൂയിസൈഡ് ചെയ്ത് അവരുടെ ജ്യേഷ്ഠത്തെയാണ് KV സരസ്വതി. അവർ ബനാറസിൽ ഗണിതശാസ്ത്രത്തിലും ഫിസിക്സിലും ഡോക്ടറേറ്റ് എടുത്ത് അവർ ഈ പഴയ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അത് ആധുനിക ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കം കൈവിരലിൽ എണ്ണാൻ പാകത്തിനുള്ള ചുരുക്കം ആൾക്കാരുടെ പഠനങ്ങളിൽ നിന്ന് ആണ് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. എങ്കിലും ഒരു ഗവേഷണതൽപരരായിട്ടുള്ള ഒരു പഠനശാഖ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇവിടെ സെൻറ്റ് ജോസഫ് ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിലെ ലിറ്ററി ടീച്ചർ ഗവേഷണം നടത്തി പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അവർ കുട്ടികൾക്ക് വേണ്ടി ഒരു കോഴ്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി പാലായിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറാണ്, സിന്ധു റാണി. അവർ ഈ പഴയ ശുല്ഭസൂത്രങ്ങളും യൂക്ലിഡിൻ്റെ ജോമെട്രിയും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. ചുരുക്കം ചില ആൾക്കാർ ഇൻട്രസ്റ്റോട് മുമ്പോട്ട് വരുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ ആൾക്കാർ മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, പുതിയ വിദ്യാഭ്യാസ പദ്ധതി ഈ ഗണിതശാസ്ത്ര പാരമ്പര്യം, ഭാരതത്തിൻ്റെ മാത്രം കേരളീയ ഗണിതശാസ്ത്ര പാരമ്പര്യം ഒരു ഐച്ഛിക വിഷയമായിട്ട് കൊടുക്കാൻ പറ്റും. 1-2 ക്രെഡിറ്റ് കോഴ്സ് വെച്ചിട്ട് അത് ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ വിഷയം കുട്ടികളിലേക്കും അധ്യാപകർക്കും പകർന്നു കൊടുക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇഷ്ടമുള്ളവർക്ക് എടുക്കാൻ പറ്റും, ഐച്ഛിക വിഷയമായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഭാവിയിൽ ഇത് കൂടുതൽ മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് ആവശ്യം. സർ, കല്ലേറ്റുങ്കര ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ക്ഷേത്രവും സംഗമഗ്രാമ മാധവനുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് പറയാൻ കഴിയും? സംഗമഗ്രാമ മാധവൻ്റെ കുടുംബ ക്ഷേത്രം ആണ് ഇത്. അതായത് അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമാണിത്. ഇത് ഏകദേശം 1200 AD 1200 മുതൽ എങ്കിലും ഇതിനൊരു നിലനിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നോക്കിയാൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അതിന് ചില അംഗഭംഗം വന്നത് കാണാം. മാത്രമല്ല, അന്നത്തെ മൂലവിഗ്രഹം തന്നെ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ ഗോപുരം ശരിക്ക് ചെമ്പോലോടുണ്ടാക്കിയ ഒരു ഭാഗമായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഇത് പുനരുദ്ധാരണം ചെയ്യുകയാണ് ചെയ്തത്. ഈ അമ്പലത്തിൻ്റെ മണ്ഡപമുണ്ട്. മണ്ഡപത്തിൻ്റെ സൈഡിൽ ഒരു വട്ടെഴുത്തിൽ ഒരു ലിഖിതമുണ്ട്. ആ വട്ടെഴുത്ത് ലിഖിതം എന്ന് പറയുന്നത് ഏകദേശം 12-13 നൂറ്റാണ്ടുകളിലുള്ളതാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെങ്കിലും ഈ അമ്പലത്തിൻ്റെ നിലനിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല, ആ വട്ടെഴുത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇരിങ്ങാടപ്പള്ളി വക ശ്രീകോവിൽ എന്നാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ശ്രീകോവിൽ എന്ന് പറയുന്നത് ഗർഭഗൃഹം. ഇതിൽ ഏറ്റവും സുപ്രധാനമായൊരു കാര്യം, ഈ അമ്പലത്തിൻ്റെ ഈ അങ്കണത്തിൽ 2 ഗ്രാനൈറ്റ് സ്റ്റോൺസ് ഉണ്ട്. അതിലൊന്ന് ഈ മാധവന് വാന നിരീക്ഷണത്തിനും മറ്റേതൊന്ന് മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും വേണ്ടിയുള്ളതായിരുന്നു.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഗണിത ജ്യോതിശാസ്ത്ര പഠന മേഖലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഗണിതശാസ്ത്ര മേഖലയിൽ ഉള്ളത് ഇൻഫിനിറ്റ് സീരീസ്, അനന്തശ്രേണി എന്ന് പറയുന്ന ആ ഗണിതശാസ്ത്ര മേഖലയിലെ സംഭാവനയായിരുന്നു. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഗണിതശാസ്ത്രത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നു. അതായത് ഇൻഫിനിറ്റിയെ ഗണിതശാസ്ത്രത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന മഹാനായിരുന്നു സംഗമഗ്രാമ മാധവൻ എന്നുള്ളത്. പിന്നീട് ഏകദേശം അദ്ദേഹത്തിൻ്റെ കാലത്തിനും 200-300 വർഷങ്ങൾക്ക് ശേഷം ന്യൂട്ടണും ലിബ്നിസും മക്ലോറിനും ടൈലറും ഒക്കെ ഈ വിധത്തിലുള്ള ശ്രേണികൾ കണ്ടുപിടിച്ചിരുന്നു. പിൽക്കാലത്ത് സംഗമഗ്രാമമാധവൻ്റെ ഈ പഠനം ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ, ഉദാഹരണത്തിന് ബ്രിട്ടാനിക്ക ഇപ്പോൾ അതിന് പേര് കൊടുത്തത്, ഉദാഹരണത്തിന് മാധവ ഗ്രിഗറി സീരീസ്, മാധവ ന്യൂട്ടൺ സീരീസ്, മാധവ ടൈലർ സീരീസ്, മാധവ മക്ലോറിൻ സീരീസ് എന്നിപ്രകാരമാണ്. എന്ന് മാത്രമല്ല, കാൽക്കുലസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്ര മേഖലയ്ക്ക് ഒരു തുടക്കം കുറിച്ചതും സംഗമഗ്രാമമാധവനം ആണെങ്കിലും അതിനേറ്റവും ക്ലിയറായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ്. ജ്യേഷ്ഠദേവൻ ഈ സംഗമഗ്രാമമാധവൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഒരു ഉന്നത ഗണിതശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒറ്റ ചിത്രം പോലുമില്ല. ഒരു ഗ്രന്ഥത്തിൽ ഒരു ചിത്രം പോലുമില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. ഇതെല്ലാം വാചകങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ഫങ്ഷൻ, ഡിഫറൻഷിയേഷൻ ഓഫ് ഫങ്ഷൻ മുതലായവയൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് താത്കാലിക ഗതി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്നുള്ളതിൽ. അത് ഈ ഗ്രന്ഥം യുക്തിഭാഷ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് കൊടുത്ത വാക്ക് ഫ്ലക്സിയോൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഫ്ലക്സിയോൺ. അത്ഭുതം, ന്യൂട്ടണും അതേ വാക്കാണ് ഉപയോഗിച്ചത്. ഫ്ലക്സിയോൺ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. ഫ്ലക്സിയോൺ ലെബിനിസും കണ്ടംപററീസ് ആയിരുന്നു. അവർ ഒരേ സമയത്ത് സ്പെയിനിലുള്ള ഒരു ലാറ്റിൻ സ്ക്വയർ എന്ന് പറയുന്നൊരു വീക്കെൻഡിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ ശാസ്ത്രജ്ഞരൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഫെർമ വളരെ പ്രസിദ്ധനാണ്. ഫെർമാസ് തിയറംസ്, ഫെർമാസ് ഫസ്റ്റ് തിയറം, സെക്കൻഡ് തിയറം അങ്ങനെ പ്രസിദ്ധമാണ്. ഫെർമയ്ക്കൊരു അസുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ മാനുസ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് അത് അദ്ദേഹം കണ്ടംപററി മാത്തമാറ്റീഷ്യനോട് എനിക്കിങ്ങനത്തെ ഒരു ഒരു പ്രോബ്ലമുണ്ട്, എനിക്കതിൻ്റെ സൊല്യൂഷൻ അറിയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിൽ ആദ്യത്തെ 3 ആൾക്കാർ സോൾവ് ചെയ്തു. നാലാമത്തെ വളരെ പ്രസിദ്ധമായിട്ട് x⁻n + y⁻n ഈസ് ഈക്വൽ ടു z⁻n is true only for n is less than or equal to 2. x² + y² z² എന്ന് പറയുന്ന പോലെ n more than 2 ആണെങ്കിൽ സംഭവം അത് ശരിയാകില്ല. ഇതിന് പ്രൂഫ് വേണം. ഇതിൻ്റെ പ്രൂഫ് കണ്ടുപിടിക്കാൻ ഏകദേശം 100 വർഷം എടുത്തു ഓയിലർ. പക്ഷേ പ്രൂഫ് കണ്ടുപിടിച്ച് നോക്ക്, അത് ശരിയായില്ല. 1992 ആൻഡ്രൂ വൈൽസ് എന്ന് പറയുന്നൊരു ഗണിതശാസ്ത്രജ്ഞനാണ് ഇതിനൊരു പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. ഫെർമാസ് ലാസ്റ്റ് തിയറം സിനിമയൊക്കെ വന്നിരുന്നാലും ഇതിലെ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ x⁻n + y⁻n z⁻n എന്നുള്ള
അതിൻ്റെ ഒരു പ്രോബ്ലം അദ്ദേഹം സ്പെസിഫിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എസ് സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് എന്നൊരു സൊല്യൂഷൻ. അതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ട്, യുണീക്ക് സൊല്യൂഷൻസ് ഇല്ല. പ്രോബ്ലം ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഓൾ ദ സൊല്യൂഷൻസ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ദിസ് എന്നായിരുന്നു. അതാണ് ഫെർമാസ് പ്രോബ്ലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഭാസ്കരാചാര്യരുടെ ബീജഗണിതത്തിൽ 14ാം നൂറ്റാണ്ടിൽ ഒരു എക്സർസൈസാണത്. 11x സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു ബി എ സ്ക്വയർഡ് ഈക്വൽ ടു ബി സ്ക്വയർഡ് എന്നുള്ളത്. അതിനകത്ത് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, 10 സ്റ്റെപ്പിൽ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫെർമായ്ക്ക് ഉത്തരം കൊടുക്കാൻ ഓയിലർ ഏകദേശം 100 വർഷം എടുത്തു. ഇതിൻ്റെ അർത്ഥം ഫെർമ ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ്സൊക്കെ പണ്ടേ ഇത് കാരണം പഠിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന് കാരണം 14ാം നൂറ്റാണ്ടിൽ പോപ്പിനൊരു ആഗ്രഹം, അവരുടെ പൊതുജനങ്ങളെ മോഡേൺ മാത്തമാറ്റിക്സ് പഠിപ്പിക്കണം. അതിനെവിടെ പോയി പഠിപ്പിക്കും? ആരോ പറഞ്ഞ് കേരളത്തിലാണ് നല്ലതെന്ന്. അപ്പോൾ അവിടുന്ന് ഒരു പ്രതിനിധിയെ കേരളത്തിലേക്ക് വിട്ടു. കേരളത്തിൽ അദ്ദേഹം സാമൂതിരിയുടെ ഗസ്റ്റായിട്ട് താമസിച്ചു, സംസ്കൃതം പഠിച്ചു, ഇവിടെ നിന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ച് അത് കൊണ്ടുപോയി. ഇദ്ദേഹം നേരെ റോമിൽ പോയില്ല. അദ്ദേഹം സ്പാനിഷ് സ്ക്വയർ ഉണ്ടാക്കി, അവിടെ ഒരു സെഗ്രിഗേഷൻ ഉണ്ടാക്കി, അവിടെ ആണിതൊക്കെ പ്രചരിപ്പിച്ചത്. അവിടെയാണ് ഈ ഫെർമ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ ആൾക്കാർ, ഇന്ത്യയിലുള്ളവരും നമ്മുടെ പുരാതന ഗണിത ശാസ്ത്ര സംഭാവനകൾ നേരത്തെ നന്നായിട്ട് പഠിച്ച് ഗവേഷണം നടത്തിയിരുന്നുവെങ്കിൽ പാശ്ചാത്യർ കണ്ടുപിടിച്ച മിക്കവാറും എല്ലാ സിദ്ധാന്തങ്ങളും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നു. അതിലൊരു ഉദാഹരണമാണ് സോളാർ സിസ്റ്റം, ഈ ഹീലിയോസെൻട്രിക് ആൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ യുക്തിഭാഷ എന്ന് പറയുന്നത് ജ്യേഷ്ഠദേവൻ എഴുതും ശുദ്ധ മലയാളത്തിൽ. അതുവരെ എല്ലാവരും സംസ്കൃതത്തിൽ എഴുതുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറ്റലിയിൽ ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനകൾ ശുദ്ധ ഇറ്റാലിയൻ ഭാഷയിലാണ് എഴുതിയത്. ലാറ്റിനിലായിരുന്നില്ല, അന്ന് ലാറ്റിനിൽ എല്ലാവരും എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇദ്ദേഹം. പക്ഷേ ഇപ്പോൾ ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലായില്ല. അന്നത്തെ മലയാളം ആകെ കൂടിയുള്ളത് ഇപ്പോൾ ലക്ഷദ്വീപിലുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം ആധുനിക ഭാഷയിലേക്ക് മാറ്റി, ഇംഗ്ലീഷിലേക്കും സംസ്കൃതത്തിലേക്കും മാറ്റി പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പ്രിംഗർ വെർലാഗ് അതിൻ്റെ ആ ഗ്രന്ഥം, മൂലഗ്രന്ഥവും അതിൻ്റെ ആധുനിക ഭാഷയിലുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ആഗോളതലത്തിൽ സംഗമഗ്രാമമാധവൻ്റെ പഠനത്തിന് ധാരാളം പ്രസിദ്ധി നേടിക്കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗർ വെർലാഗ് 2-3 ഗ്രന്ഥങ്ങൾ എഴുതി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജാപ്പാനീസ് ഗവേഷണ സംഘം സംഗമഗ്രാമമാധവൻ്റെ പഠനങ്ങളെക്കുറിച്ച് പഠനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ വളരെ കൂലങ്കഷമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു പുരോഗമനം ഉണ്ടാകും. ആധുനിക പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിലും വളരെ നന്നായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സംഗമഗ്രാമമാധവൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം എത്ര എഴുതിയിരുന്നു, അത് എന്തൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു? സംഗമഗ്രാമമാധവൻ്റെ ഗ്രന്ഥങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് സംശയാതീതമായി ലഭ്യമായിട്ടുള്ളത് വേണുആരോഹം എന്ന് പറയുന്നൊരു ഗ്രന്ഥമാണ്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം ഗോളവാദം എന്ന് പറയുന്നൊരു പുസ്തകം, സ്ഫെറിക്കൽ ജോമെട്രി, അത് എഴുതിയിരുന്നു. അപ്പോൾ ആ പുസ്തകം
കിട്ടാനില്ല. ലഗ്നപ്രകരണം എന്ന് പറഞ്ഞ വേറൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ഈയിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലിറ്റി ടീച്ചർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രവാക്യങ്ങൾ വരരുചി ആവിഷ്കരിച്ച ചന്ദ്രവാക്യങ്ങളെ കുറച്ചുകൂടി കൂടുതൽ സൂക്ഷ്മമായിട്ട് അദ്ദേഹം സംഘഗ്രാമമാധവൻ പഠിക്കുകയുണ്ടായി. അത് വേണുആരോഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടിപ്പോൾ ലഭ്യമാണ്. ഇതിൽ ഗോളാവാദ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം മിക്കവാറും അത് ഇന്ത്യക്ക് പുറത്ത് പോകാനാണ് സാധ്യത. കാരണം ആര്യഭടൻ്റെ ആര്യഭടീയത്തിൻ്റെ ഒരു കമ്പാനിയൻ ബുക്ക്, ഇൻസ്ട്രുമെൻറ്റേഷൻ ബുക്ക് ജർമ്മനിയിലെ ഒരു മ്യൂസിയത്തിൽ വെച്ച് ജപ്പാനിലെ കുറേ ഗണിതശാസ്ത്ര ഗവേഷകർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അവർ അതിനെക്കുറിച്ച് പഠിച്ച് ആർട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഗോളവാദം എന്ന് പറയുന്ന പുസ്തകം മിക്കവാറും പുറത്തായിരിക്കാം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ശിഷ്യന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത്, ഇതെല്ലാം രചിച്ചിരിക്കുന്നത് ഗുരുനാഥൻ്റെ മാധവാചാര്യരുടെ അനുഗ്രഹത്തോടുകൂടി ആണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ഒരു ഏകദേശം 600-700 വർഷക്കാലം അണമുറിയാതെ നിന്നിരുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം കുടിപ്പള്ളിക്കൂടം ഉണ്ടായിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിലും ഗ്രാമത്തിൻ്റെ കുടിപ്പള്ളിക്കൂടമുണ്ട്. അത് നിലത്തെഴുത്ത് മുതൽ ആശാന്മാർ പഠിപ്പിക്കും എന്ന് പറയുന്നത് പോലെ നോളജ് സിസ്റ്റം ജനറേറ്റഡ് അറ്റ് ഹോം നിലനിന്നിരുന്നു. ഇത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പണ്ട് മുതലേ ഒരു നോളജ് ജനറേറ്റിംഗ് സൊസൈറ്റി ആയിരുന്നു എന്ന് വേണം പറയാൻ. മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഗണിതശാസ്ത്ര പ്രൊഫസറായിരുന്ന ജോർജ് ഗീവർഗീസ് ജോസഫ് ക്രസ്റ്റ് ഓഫ് പീകോക്ക്, പാസേജ് ടു ഇൻഫിനിറ്റി എന്ന 2 ഗ്രന്ഥങ്ങൾ, ഒന്ന് കേരള സ്കൂളിനെ കുറിച്ചും മറ്റേത് ജനറലായിട്ട് നോൺ യൂറോപ്യൻ സെൻട്രൽ മാത്തമാറ്റിക്സായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ കുറിച്ച് കൂടുതൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു പഠനവും പുസ്തകരചനയും മലയാളത്തിലും ഇംഗ്ലീഷിലും അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ പൊതുജനങ്ങളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങി പോവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ ഇന്ത്യൻ ശാസ്ത്ര സംഭാവന, പ്രത്യേകിച്ച് കേരളീയ ശാസ്ത്ര സംഭാവനയും പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ ഒരു സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം തുടങ്ങിയിരുന്നു. ഒരു മലയാളം മാസിക സ്വദേശി സയൻസ്, അതുപോലെ ഇംഗ്ലീഷിൽ സയൻസ് ഇന്ത്യ ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. നിരവധി ഗ്രന്ഥരചനകൾ ഉണ്ടായിരുന്നു. ഇതിൽ 1992 മുതൽ സ്വദേശി ശാസ്ത്ര കോൺഗ്രസ്, സയൻസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ കോൺഗ്രസ് തൃശ്ശൂർ വെച്ചായിരുന്നു. അതിൽ അന്നു മുതൽ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ ശാസ്ത്ര സംഭാവനകളെക്കുറിച്ച് പഠിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളൊരു പദ്ധതിയായിരുന്നു. ഇപ്പോഴും അത് ആ സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് നടന്നു പോകുന്നുണ്ട്. ഏറ്റവും അവസാനമായി കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു നടന്നിരുന്നത്. കേരളത്തിൽ വളരെ സ്വീകാര്യത ലഭ്യമായ ഈ സ്വദേശി സയൻസ് മൂവ്മെൻറ്റ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കുകയും ഇപ്പോൾ അതൊരു ഓൾ ഇന്ത്യ പ്രോഗ്രാമായിട്ട് ഡൽഹി കേന്ദ്രീകൃതമായിട്ട് വിജ്ഞാൻ ഭാരതി എന്ന പേര് നടക്കുന്നുണ്ട്. വിജ്ഞാൻ ഭാരതി തന്നെ സയൻസ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സ്വദേശി സയൻസ് മൂവ്മെൻറ്റ് വിധത്തിലുള്ള ആ സംഘടന
കൂടുതൽ ഗവേഷണ പഠനങ്ങൾ പണ്ട് ഏറ്റെടുത്തിരുന്നു. അത് തുടർന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ സ്കീം ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കുട്ടികൾക്ക് ഗവേഷണ പ്രോജക്റ്റുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. പണ്ട് കുട്ടികളെ വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്തിരുന്നു. ഭാവിയിലും ഇത് കൂടുതൽ ഉത്തേജിതമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പ്രൊഫസർ KI വാസു തുടങ്ങി വെച്ച ഈ ഒരു സ്വദേശി ശാസ്ത്ര സയൻസ് കൂടുതൽ തെളിച്ചത്തോടെ മുന്നോട്ട് വന്നെങ്കിൽ ഈ വിധത്തിലുള്ള പഠന ഗവേഷണങ്ങൾക്ക് നല്ല മാതൃകയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ പറ്റി പഠിക്കാൻ എന്തെങ്കിലും ഒരു കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിൽ പണ്ട് PK അയ്യങ്കാർ KSST ചെയർമാനായ സമയത്ത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് അതിന് പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് ഒരു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് CWRDMൻ്റെ അവിടെ ഭാഗത്ത് സ്ഥാപിച്ചത്. പക്ഷേ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവിടെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഒരു വിഷയങ്ങളും പഠിപ്പിക്കുന്നുമില്ല. അവിടെ ഗവേഷകരുടെ എണ്ണവും ഇതിനില്ല. ഇതിൻ്റെ അർത്ഥം ഇതിന് വേറിട്ടൊരു പദ്ധതി ആവശ്യമാണ്. ഒരു ഉദാഹരണം, കോട്ടയത്ത് ഒരു ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസ് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ രാമാനുജൻ്റെ പഠനം സംബന്ധിച്ചായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെ ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് എടുത്ത് ഈ വിഷയവും കൂടി സംഗമഗ്രാമമാധവൻ്റെ, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് പോലെയെങ്കിലും കേരളത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഈ പഠനങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല കല്ലേറ്റുംകരയിൽ അല്ലെ ഇരിങ്ങാലക്കുടയിലെങ്കിലും ഒരു മാധവ പഠന കേന്ദ്രത്തിൻ്റെ ഒരു കേന്ദ്രം തുടങ്ങുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.